നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ രാഹുൽ വാണിയമ്പാറ. പുത്തൂരാണ്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ നിന്നുമാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഉദ്ഘാടനം എത്തിയിരിക്കുകയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ. ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച, അതല്ലെങ്കിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഒരു പ്രൊജക്റ്റാണ്, പദ്ധതിയാണ്. ഏറെ സവിശേഷതകളാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്കിനെ കുറിച്ച് പറയാനുള്ളത്. എന്തായാലും ഒക്ടോബർ 28 ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ് ഏകദേശം 2 മാസം കൊണ്ട് ജനുവരി മുതൽ പൂർണ്ണമായി അതിൻ്റെ കാഴ്ചകളിലേക്ക് എത്തിക്കും എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. ചേട്ടാ, എന്തായാലും നമ്മൾ പുത്തൂരിൻ്റെ ഒരു വാർത്ത എടുക്കാൻ വന്നിരിക്കുകയാണ്. നമുക്കിപ്പം ബെന്നിച്ചേട്ടനാണ്, നിങ്ങൾക്കറിയാം, വടക്കഞ്ചേരിയുടെ സ്പന്ദനമാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ കാണുന്ന ആംബിയൻസ് തന്നെ? കുഴപ്പമില്ല. ഇത് നമ്മൾ തായ്ലാൻഡിൽ ഇതുപോലൊരു പാർക്കുണ്ട്, അതായത് മറൈൻ വേൾഡ്, അതുപോലൊരു പാർക്കുണ്ട്, അവിടെ സൂ ആണ്. അതേപോലെ തന്നെയാണ് ഇതിപ്പോൾ ഞാൻ നോക്കിയിട്ട് കാണുന്നത്. അതുപോലെ മലേഷ്യയിലുണ്ട്, മറ്റേ ഏഷ്യയിൽ പല രാജ്യങ്ങളുള്ളതിൽ ഇപ്പോൾ 3ാം സ്ഥാനമാണ് ഇതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വളരെ മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, കാണാനും എല്ലാത്തിനും നന്നായിട്ടുണ്ട്. അത് ഇവിടെ എല്ലാവർക്കും അത് ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കേരളത്തിൻ്റെ ടൂറിസം അടയാളപ്പെടുത്താൻ പോകുന്നത് ഇനി തൃശ്ശൂരാണ്. പ്രത്യേകിച്ച് സുവോളജിക്കൽ പാർക്ക്, അതുപോലെ സമീപത്തുള്ള എല്ലാ നമുക്കറിയാം വാട്ടർഫാൾസ്, അതിരപ്പള്ളി, ഒരു രക്ഷയില്ലാത്ത ഇതാണ്. ഒരുപാട് സിനിമകളിൽ വന്നിട്ടുള്ള പ്രത്യേകതയാണ്. അപ്പോൾ തൃശ്ശൂർ അങ്ങനെ വേറൊരു മാറ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഇവിടുത്തെ നാട്ടുകാരോടും അതുപോലെ തന്നെ ജനപ്രതിനിധികളോടും നമുക്ക് ചോദിച്ചറിയാം. നമുക്കിപ്പം വിനയേട്ടനുണ്ട്. ഏറെ ഭയങ്കരമായൊരു ജനപ്രതിനിധിയാണ്, നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല, ജനഹൃദയങ്ങളിൽ നിന്നുകൊണ്ട്. വിനയേട്ടാ, എന്താണ് പുത്തൂരിനെ കുറിച്ച് പറയാനുള്ളത്? കാരണം തൃശ്ശൂരിൻ്റെ തൃശ്ശൂർ ഒരു ടൂറിസം കേന്ദ്രമായി മാറാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ സംഭവിക്കുന്നത് ഒരു ചരിത്രമാണ്. ഇന്ത്യയിലും ലോകത്തും സൂ എന്ന സങ്കല്പത്തിന് അതിൻ്റെ ഏറ്റവും ഹൈ എന്ന നിലയ്ക്കുള്ള സുവോളജിക്കൽ പാർക്കാണ് ഇന്നിവിടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. വിനോദസഞ്ചാര മേഖലയിൽ ഒല്ലൂർ മണ്ഡലത്തിനും തൃശ്ശൂർ ജില്ലയ്ക്കും ഒട്ടേറെ സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള വലിയ മുന്നേറ്റങ്ങൾക്ക് ഇന്ന് നാന്ദി കുറിക്കുകയാണ്. മാത്രമല്ല 15 ഏക്കർ അതിനുള്ളിലുള്ള ഒരു മൃഗശാല ഏതാണ്ട് 350 ഏക്കറിലേക്ക് നാച്ചുറലായിട്ട് സ്പ്രെഡായിട്ട് ഇങ്ങോട്ട് കയറി വരികയാണ്. തീർച്ചയായിട്ടും അത് ആവാസ വ്യവസ്ഥ സംരക്ഷിച്ചുകൊണ്ട് തന്നെ പ്രകൃതിക്ക് ഇണങ്ങുന്ന വിധത്തിലുള്ള ഒരു ഡിസൈൻഡ് സുവോളജിക്കൽ പാർക്കാണ്. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. അങ്ങനെ തൃശ്ശൂർ ജില്ല പൂർണ്ണമായി തന്നെ, അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സുവോളജിക്കൽ പാർക്കിൻ്റെ ഉദ്ഘാടനം കാണുന്നതിന് വേണ്ടിയിട്ട്. അതായത് മറ്റുള്ള സൂവിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് കാടിൻ്റെ ആവാസ വ്യവസ്ഥിതികളിൽ ജീവിക്കുന്ന പോലെ തന്നെ ഇവിടെ ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സജ്ജീകരണങ്ങളാണ് മൃഗങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലായത്. നമുക്കിവിടെ ചോദിച്ചറിയാം. നമസ്കാരം, നിങ്ങൾ ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത്? നാടകത്ര പഞ്ചായത്തിൽ നിന്ന് അല്ലേ? നിങ്ങൾ എത്ര പേര് വന്നിട്ടുണ്ട്? 20 പേര്. കുറുക്കഞ്ചേരി. എങ്ങനെയുണ്ട് നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സുവോളജിക്കൽ പാർക്ക് വരുമ്പോൾ എന്താ അഭിപ്രായമാണ് പറയാനുള്ളത്? നല്ല അഭിപ്രായം. ജീവൻ വെച്ച പോലെ ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ. അതെ, അപ്പോൾ മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. കാരണം നമുക്കറിയാം, ഒരുപാട് വർഷങ്ങളായി ഈ ഒരു പദ്ധതി നടക്കുമോ നടക്കില്ലേ എന്ന് തന്നെ ഒരുപാട് ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഒരുപാട് തലങ്ങളിലായിട്ട് തറക്കല്ലുകൾ തന്നെ ഒരുപാട് നിരവധി ഉദ്ഘാടനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഈ ഒരു കഴിഞ്ഞ 10 വർഷത്തിന് ഉള്ളിലാണ് നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഒക്ടോബർ 28 രേഖപ്പെടുത്തുന്ന ഒരു ദിവസം മാറിയിരിക്കുകയാണ്. ടൂറിസം ഭൂപടത്തിൽ തൃശ്ശൂരിനെ രേഖപ്പെടുത്തുന്ന, അല്ലെങ്കിൽ പുത്തൂർ എന്ന പേര് കേരളത്തിൻ്റെ ടൂറിസത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു ദിവസമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഇവിടെ ഉത്സവമാണ്. എന്നും ദിനം പ്രതി ഓരോരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം, എവിടെന്നാ വരുന്നേ? കട്ലപ്പൂവ. എന്തൊക്കെയുണ്ട് ഈ ഒരു സുവോളജിക്കൽ പാർക്ക് വരും കാണാനുള്ളൊരു ആകാംക്ഷ എന്താണ്? ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇവിടെ വന്ന് കാണാന്നുള്ളത്. ഇതിനു മുമ്പ് ഇതിന്റെ നിർമ്മാണ കാലഘട്ടങ്ങളിൽ അങ്ങനെ ഇതിനു മുമ്പ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് തന്നെയാണ് വരുന്നത്.
സമീപത്തുള്ള ആളുകളൊക്കെ തന്നെയാണ്. എങ്കിലും ആദ്യമായിട്ട് തന്നെയാണ് ഇവരിവിടെ എത്തിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം, നമുക്ക് പുറകിലിപ്പോൾ നമുക്ക് പാസ്സുള്ള വണ്ടികളടക്കം കടന്നു വരാൻ കഴിയാത്ത തരത്തിൽ വലിയൊരു ബ്ലോക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആളുകളും ബസ്സുകളിലൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കണ്ടുപോവാം. ആളുകൾ ഈ നാട്ടിൽ പുറത്തു നിന്ന് വരും. കേരളത്തിലെ എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട 100% നമുക്കെല്ലാം അറിയാം. ഞാൻ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ എല്ലാവരുടെയും മാത്രമല്ല, ഇന്ത്യയിലെ ധനകാര്യം MLA കൂടിയായ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ, ഈ വേദിയിലുള്ള ബഹുമാനായ 1 ദിവസമോ 2 ദിവസമോ താമസിക്കുന്ന ആവശ്യമടക്കം വരുമ്പോൾ അതനുസരിച്ചുള്ള പശ്ചാത്തല സംവിധാനങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടാക്കേണ്ടി വരും. ഇത് ആദ്യം 350-ലധികം കോടി രൂപ കിഫ്ബിയിൽ നിന്ന് നൽകി ലഭിച്ച് ഇത് നിർമ്മിച്ചു കരുതുന്നു. നമ്മുടെ വാണിയമ്പാറയിലെ പൊതുപ്രവർത്തകരും എല്ലാവരും തന്നെ ഇവിടെ ജനപ്രതിനിധികളൊക്കെ ഉണ്ട്. നമസ്കാരം, എന്താണ് പറയാനുള്ളത്? ഇത് കേരളത്തിൽ ആദ്യമായി രാജ്യത്തിലെ തന്നെ ലോകത്തിലെ തന്നെ 2ാം സ്ഥാനം അർഹിക്കുന്ന ഒരു സുവോളജി പാർക്ക് നമ്മുടെ മണ്ഡലമായ ഉല്ലൂരിൽ കൊണ്ടുവരുന്നതിന് ശ്രമിച്ച അഡ്വക്കേറ്റ് രായനോടും കേരള സർക്കാരോടും ആദ്യം ധന്യവാദം ആശംസിക്കുകയാണ്. നമുക്കെല്ലാവർക്കും നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി കാഴ്ചബംഗ്ലാവുകൾ സന്ദർശിക്കുന്നതിന് എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് താമസിയാതെ നമ്മുടെ പ്രദേശമായ പുത്തൂരിൽ വന്ന് എല്ലാ മൃഗങ്ങളെയും കാണുന്നതിന് നമുക്ക് സന്തോഷിക്കുന്നതിനും നമുക്ക് അവസരം ലഭിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന് പ്രത്യേകം സർക്കാർ നന്ദി രേഖപ്പെടുത്തുകയാണ്. ചേട്ടാ, എന്താണ് ഈ അവസരത്തിൽ നമ്മളൊക്കെ ശരിക്കും ഇവിടെ പാർക്കിനുള്ളതിനേക്കാൾ കൂടുതൽ മൃഗങ്ങളെ കണ്ടവരാണ് നമ്മൾ. ഇങ്ങനെ ഒരു അവസരത്തിൽ എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും വളരെ സന്തോഷം. നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തിൽ, സമീപ പഞ്ചായത്തിലാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ഏഷ്യയിലെ തന്നെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ സുവോളജിക്കൽ പാർക്ക് വരുന്നതോടുകൂടി നമ്മുടെ പ്രദേശത്തേക്കും ടൂറിസ്റ്റുകൾ കടന്നു വരും. പീച്ച് ഡാം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, നമ്മളിപ്പോൾ പീച്ച് ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയാണ് നമ്മുടെ പ്രധാനമായിട്ടും വാണിയമ്പാറയോട് അടുത്തെടുക്കുന്നത്. ഈ ടൂറിസ്റ്റുകൾ അവിടേക്ക് ആകർഷിക്കുന്നതിനുള്ള പദ്ധതികളാണ് നമ്മളിനി നമ്മുടെ ഭാവി ആസൂത്രണം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ടൂറിസ്റ്റുകൾ അവിടേക്ക് വരുന്നതോടുകൂടിയിട്ട് അവിടുത്തെ ആളുകളുടെ വരുമാനം വർദ്ധിക്കും. ആ പ്രദേശം കൂടെ ഇതിൻ്റെ ഭാഗമായി ചേരുമെന്നുള്ളത് വളരെ സന്തോഷം. ഷായിച്ചേട്ടാ, വലിയൊരു കർഷകനാണ് ഷായിച്ചേട്ടൻ, എന്താണ് പറയുന്നത്? ഏഷ്യയിലെ 2ാമത്തെ ഒരു പാർക്കാണ് നമ്മുടെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ഇവിടെ പ്രകൃതി രമണീയമായ ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലാണ് ഈ പാർക്കിന് ഇവിടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി വളരാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് കിടക്കുന്ന പീച്ച് ഡാം, ഈ ഡാമിലേക്കും കൂടി ഉള്ള ഒരു റോഡും കൂടി വന്നു കഴിഞ്ഞാൽ വളരെയധികം വികസന രീതി വരുന്നതാണ്. ഇപ്പോൾ നിരവധി ആളുകൾ വിവിധ പ്രദേശങ്ങളായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ഉച്ചവരെ ഏകദേശം ഇവിടെ തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതിലൂടെയാണ് അന്ന് KSRTC യാത്ര ചെയ്തത്. ഇതിലൂടെ പോയി ഏകദേശം ഒരു ചുറ്റിവളഞ്ഞ്, അതായത് 336 ഏക്കർ വിസ്തൃതിയിലെ സറൗണ്ടിങ് ആയിട്ടാണ് ഇപ്പോൾ റോഡുള്ളത്. അപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആദ്യഘട്ടം മുതലേ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അതായത് ഒരു വലിയ രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷൻ, അതായത് എന്താ പറയുക, ബിൽഡിങ് പണിയുക എന്നുള്ളതല്ല, ആവാസ വ്യവസ്ഥിതി, കാട് പോലെ തന്നെയുള്ളൊരു ആവാസ വ്യവസ്ഥിതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരിതാണ്. അതായത് ഇവിടെ പ്രസംഗങ്ങളിലൊക്കെ സൂചിപ്പിച്ചു, ഇവിടെ മുളയായിരുന്നു, പിന്നെ കശുമാവായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടിമാറ്റിക്കൊണ്ട് പലതരത്തിൽ നിന്ന് മരങ്ങൾ അങ്ങനെ തന്നെ കടപുഴകി കൊണ്ടുവന്ന് വെച്ച സാഹചര്യമുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5 കൊല്ലത്തോളം എടുക്കും ഏകദേശം ഇതിൻ്റെ ഒരു പൂർണ്ണം ആവില്ല എന്നുള്ളതാണ് പറഞ്ഞത്. എങ്കിലും ഒരു ഇപ്പോൾ അതായത് കുറേ വർഷങ്ങളുടെ ഒരു പ്രയത്നം കൊണ്ടാണ് ഇതൊരു ശരിക്കും ഒരു കാട് പോലൊരു അന്തരീക്ഷത്തിൽ വന്യമൃഗങ്ങൾക്ക് പോകാവുന്ന തരത്തിലേക്ക് എത്തുക. നമുക്കൊപ്പം ഇവിടുത്തെ പ്രദേശവാസിയായ ഒരു ചേട്ടൻ. നമസ്കാരം ചേട്ടാ, എന്താ പേര്? എൻ്റെ പേര് അശോകൻ. എന്താണ് ഈ നാട്ടുകാരൻ എന്ന രീതിയിൽ പറയുന്നത്? വളരെ സന്തോഷം. ഞങ്ങൾ വളരെയധികം പ്രതീക്ഷിച്ച് കാത്തിരുന്ന് ഇത്രയ്ക്ക് ആവുമെന്നും കണക്കൂട്ടിയില്ല. ഇതിനോടനുബന്ധിച്ച് തന്നെ ഞങ്ങളുടെ വീടിന്, ഞാൻ താമസിക്കുന്ന ഒരു 4 കിലോമീറ്റർ അപ്പുറത്താണ്, അവിടെ ഒരു കായലുണ്ട്. 27 ഏക്കറുള്ള ഒരു കായലുണ്ട്. ആ കായലിനെ ഒരു ബോട്ടിംഗ് കേന്ദ്രം ആക്കണം എന്നുള്ളൊരു ഇതിലുണ്ട്. ഇതിനോടനുബന്ധിച്ച് വരും. പിന്നെ മാത്രമല്ല, അതിനോട് തൊട്ട് തന്നെ ചോച്ചേരിക്കുന്ന് അമ്പലമുള്ളത്, അത് കേരള പഴനി. അതിനും എല്ലാത്തിനും ഒരു വികസനം വരുന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്. ഇപ്പോഴും തന്നെ നല്ലോണം ആൾക്കാരുണ്ട്. പക്ഷെ ഇത് വന്നു കഴിഞ്ഞാൽ അതൊരു വികസനമായി വരുന്നത് ഭയങ്കര സർക്കാർ പദ്ധതിയിൽ ഉപരി ഒരു നാടിന്റെ ഒരു കൂട്ടായ്മ എന്ന് നമുക്ക് പറയാം. തീർച്ചയായിട്ടും
ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണം ഇപ്പോൾ ഒരാഴ്ചക്കാലമായല്ലോ ഇതിന്റെ ഉദ്ഘാടനം നടക്കുന്നത്, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അയ്യോ, അത് എല്ലാവരും സന്തോഷത്തിലും എല്ലാവർക്കും വന്നു. വയസ്സ് ആയിട്ടുള്ള ആൾക്കാരില്ല, കുട്ടികളില്ല, ആ നിലയ്ക്ക് അവർ വന്ന് ആഘോഷിക്കണ്, തിമിർക്കണ്. ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെയാണ്. എന്തായാലും ലോകം തൃശ്ശൂരിലേക്ക് അതുപോലെ തന്നെ പുത്തൂരിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഒരുപാട് വളണ്ടിയർമാർ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു സർക്കാരിന്റെ പദ്ധതിയല്ല, ഈ പുത്തൂരുകാരുടെ ഒരു അതല്ലെങ്കിൽ ഈ പ്രദേശത്തെ യുവാക്കളുടെ ഒക്കെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും വളരെ സന്തോഷകരമായിട്ടുള്ള ദിവസമാണ്. അതുപോലെ തന്നെ കേരള ഗവൺമെന്റ് വലിയൊരു സംരംഭത്തിന്റെ വലിയൊരു ഭാഗമായിട്ടാണ് എല്ലാവരുടെയും ഒരുപാട് നാളത്തെ അധ്വാനത്തിന്റെയും ഒരുപാട് എല്ലാവർക്കും നല്ല സന്തോഷമുള്ള എല്ലാവരും നാട് മൊത്തം ഉണ്ടായിരുന്നു. പുത്തൂർ ജില്ലയിലെ പുത്തൂർ പഞ്ചായത്തിലെ എല്ലാ ആളുകളും കൂടി ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ നല്ല സന്തോഷമുള്ള എത്ര ദിവസമായി നിങ്ങൾ ഇതിന്റെ പുറകിൽ നടക്കുന്നു? ഇതാണ് കുറഞ്ഞ വർഷങ്ങളായി ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ഓരോ പരിപാടികളൊക്കെ ചെയ്ത് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്താണ്ടിരിക്കുന്നു. തൃശ്ശൂരൊന്നും അത്രയ്ക്കും വലിയൊരു ഇത് സെറ്റപ്പ് കണ്ടിട്ടില്ല. ഇത് 360 ശരിക്കും പറഞ്ഞ ഇതിന്റെ മുകളിലൊക്കെ പോയി കാണണം. എന്നാലാണ് ഒരു ദിവസം ഫുള്ളെടുത്താൽ കഴിയില്ല. നടന്ന് വയ്യാണ്ടാവും. വണ്ടിനെ പോണാലും വരെയും ഫുള്ള് കാണാൻ പറ്റുള്ളൂ. അപ്പോ പൊളിക്കുക. അപ്പോ ഓക്കെ. പുത്തൂരിൻ്റെ മാത്രമല്ല തൃശ്ശൂരിൻ്റെ ആകെ മനസ്സ് അഭിമാനത്താൽ തുടികൊട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന 336 ഏക്കറിൽ 371 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന സുവോളജിക്കൽ പാർക്കും അതിൻ്റെ അനുബന്ധ റോഡുകളും ഉൾപ്പെടെ ഈ ഗവൺമെൻറ്റിൻ്റെ കിഫ്ബിയിലൂടെ അനുവദിക്കപ്പെട്ട സംഖ്യ ചെലവഴിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ലോകോത്തരമായിട്ടുള്ള സുവോളജിക്കൽ പാർക്ക്, തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് ഈ പുത്തൂരിൽ ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ നാടിന് സമർപ്പിക്കുന്ന അഭിമാനകരമായ ഒരു ചടങ്ങാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സുവോളജിക്കൽ പാർക്കിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ വാദോരാതെ പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് അത്തരമൊരു പ്രസംഗത്തിലേക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെ സഹപ്രവർത്തകരായിട്ടുള്ള നിരവധി മന്ത്രിമാരുൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ അത്തരം ഒരു വിശദമായിട്ടുള്ള സ്വാഗത പ്രസംഗത്തിന് ഞാൻ മുതിരുന്നുണ്ട്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതാണ്ട് 4 പതിറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പുത്തൂരിൽ ഈ സുവോളജിക്കൽ പാർക്ക് തുറക്കുന്നത്. തൃശ്ശൂർ മൃഗശാലയിലെ അന്തരീക്ഷത്തിൽ ഞെരുങ്ങിക്കൂടിയ മൃഗങ്ങളുടെ ജീവിതത്തിൻ്റെ വേദനകളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ട ഒരു ഘട്ടത്തിൽ മരണപ്പെട്ട കൃഷ്ണമൃഗത്തിൻ്റെ വേദനയെ തുടർന്ന് വൈലോപ്പിള്ളി എഴുതിയ ഒരു കവിതയാണ് തൃശ്ശൂരിലെ മൃഗശാല കുറച്ചുകൂടി വിശാലവും വിസ്തരിക്കപ്പെട്ടതുമായ ഒരു സ്ഥലത്തിലേക്ക് മാറ്റണം എന്ന ആശയത്തിലേക്ക് കിടന്നു. മാറി മാറി പിന്നീട് വന്ന ഗവൺമെന്റുകൾ പല വിധത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ഇ കെ നയനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മുതൽ തുടർന്ന് VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, ആ ഗവൺമെന്റുകളുടെ ഭാഗമായി ഉണ്ടായിരുന്ന ജനപ്രതിനിധികൾ ചെറുതും വലുതുമായിട്ടുള്ള അവരുടെ സേവനങ്ങളെല്ലാം പല നിലവാരത്തിൽ ഇതിനുവേണ്ടി പരിശ്രമിക്കാൻ ഏർപ്പെട്ടു എന്ന കാര്യം വളരെ ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഇവിടെ ഞാൻ പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ 10 വർഷക്കാലം മുമ്പ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 2016 അധികാരത്തിൽ വന്ന് ആദ്യമായി ഈ സൂവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഫോറസ്റ്റ് വകുപ്പിന് ഒരു സൂ ആരംഭിക്കാൻ അനുവാദം കൊടുത്തു എന്നതല്ലാതെ അതുമായി ബന്ധപ്പെട്ട് അനുവദിക്കപ്പെട്ട വളരെ ചെറിയ തലത്തിലുള്ള പ്ലാൻ ഫണ്ടും അതിൻ്റെ ഭാഗമായി ചെറിയ നിലവാരത്തിൽ കേരള പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ ശ്രമിച്ച ഒരു കെട്ടിടത്തിന്റെ തുടക്കവുമല്ലാതെ നിറഞ്ഞ മുളങ്കാടുകളുടെയും കശുമാവുകളുടെയും നടുവിൽ ഒറ്റപ്പെട്ടതായിരുന്നു ഈ പ്രദേശം. അവിടേക്ക് കടന്നു വരാൻ സാധാരണ നിലയിൽ ഒരു നിവൃത്തിയുമില്ലാത്ത വിധത്തിലുള്ള ഒരു പ്രദേശം. സുവോളജിക്കൽ പാർക്ക് 336 ഏക്കറിൽ തയ്യാറാക്കാൻ ഓസ്ട്രേലിയൻ സൂ ഡിസൈനറായിട്ടുള്ള ജോൺ കോയുടെ നേതൃത്വത്തിൽ പ്രാഥമികമായ ഒരു പഠനം നടത്തി ഡിസൈൻ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും
കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്തിന്റെ പ്ലാൻ ഫണ്ടുകൾ കൊണ്ട് പൂർത്തീകരിക്കാൻ ഒരിക്കലും പറ്റാത്ത വിധത്തിൽ വിശാലമായിട്ടുള്ള ഒരു ആശയമാണ് അതിന്റെ മുമ്പിലുണ്ടായത്. ഇന്ന് ഒക്ടോബർ 28 തീയതി ഇന്ന് കാണുന്ന വിധത്തിൽ 336 ഏക്കർ സ്ഥലത്ത് 371 കോടി മുതൽ മുടക്കി 23 ആവാസ ഇടങ്ങളും 7 ആവാസ വ്യവസ്ഥകളുമായി ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ കേവലം ഒരു മൃഗശാലയല്ല, ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രകൃതി പഠനശാല തൃശൂർ സുവോളജിക്കൽ പാർക്ക് എന്ന പേരിൽ ആരംഭിക്കാനുള്ള ഒരേ ഒരു കാരണം ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അവതരിപ്പിച്ച കിഫ്ബി എന്ന പദ്ധതിയാണ് എന്ന അഭിമാനത്തോടെ ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. ബഹുമാന്യനായിട്ടുള്ള മുൻ വനം വകുപ്പ് മന്ത്രി ശ്രീ കെ രാജുവും ഈ വേദിയിലുണ്ട്. അദ്ദേഹം ആദ്യമായി തറക്കല്ലിടാൻ ഇവിടെ വരുമ്പോൾ മുറിച്ചു മാറ്റപ്പെടേണ്ട മുളങ്കാടുകളെ കുറിച്ചിട്ടുള്ള ആശങ്കയിലായിരുന്നു നമ്മളെല്ലാവരും. ഞാനതിന്റെ വിശദമായ ചരിത്രത്തിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ഇപ്പോ നമ്മുടെ ഈ സുവോളജിക്കൽ പാർക്ക് കേവലം ഒരു മൃഗശാലയല്ല. നേരത്തെ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, വന്ദേ ഭാരതിന് ടിക്കറ്റ് എടുത്തിട്ട് ഈ മൃഗശാല കാണാൻ ആള് വരുന്നത് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകും എന്ന് കരുതണ്ട. ഈ മൃഗശാല വ്യത്യസ്തങ്ങളായിട്ടുള്ള ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ചും പരിസ്ഥിതി അവസ്ഥകളെക്കുറിച്ചും കൂടി പഠിക്കാൻ, പ്രകൃതിയുടെ മടിത്തട്ടിൽ എങ്ങനെയാണ് മൃഗങ്ങൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ലോകത്തിന് കഴിയാവുന്ന വിധത്തിലുള്ള ഒരു പ്രകൃതി പഠനശാലയാണ്. ആ പ്രകൃതി പഠനശാലയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നാം ലോകത്തിന് സമർപ്പിക്കുന്നത്. ഇവിടെ 23 ആവാസ ഇടങ്ങളുണ്ട്. ആ 23 ആവാസ ഇടങ്ങളിൽ ജീവിക്കുന്ന മൃഗങ്ങളെല്ലാം വ്യത്യസ്തമായ ആവാസ വ്യവസ്ഥകളായിരിക്കും. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടെ സിംഹപാലം കുരങ്ങന്റെയും കരിങ്കുരങ്ങന്റെയും കൂടുകൾ അല്ല ആവാസ ഇടങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശം സൈലന്റ് വാലിയുടെ ആവാസ വ്യവസ്ഥയാണ് ജോൾപോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ സൈലന്റ് വാലിയുടെ ആവാസ വ്യവസ്ഥയിൽ സൈലന്റ് വാലി എങ്ങനെയാണോ മനുഷ്യർക്ക് അനുഭവം നൽകുന്നത്, ആ അനുഭവങ്ങൾ പൂർണ്ണമായി കിട്ടാൻ കഴിയുന്ന വിധത്തിൽ ആ പ്രദേശം പൂർണ്ണമായി സൈലന്റ് വാലിയുടെ ചീവീടുകൾ പോലും ശ്രദ്ധിക്കാത്ത നിശബ്ദ താഴ്വരയുടെ അനുഭവങ്ങളുള്ള ഒരു പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജിറാഫും അതുൾപ്പെടെയുള്ള മൃഗങ്ങളും അധിവസിക്കേണ്ടതായിട്ടുള്ള ആവാസ ഇടങ്ങൾ ആഫ്രിക്കയിലെ സുലു ലാൻഡിന്റെ മാതൃകയിൽ അവിടുത്തെ വിവിധങ്ങളായിട്ടുള്ള തരങ്ങളിലെ സസ്യങ്ങളും ചെടികളും മരങ്ങളുമെല്ലാം വെച്ചു പിടിപ്പിച്ച് വളർന്നതാണ്. മധ്യപ്രദേശിലെ കനഹാസോൺ ഇവിടെയുണ്ട്. വ്യത്യസ്തമായ 7 ആവാസ വ്യവസ്ഥകൾക്കകത്ത് 23 ആവാസ ഇടങ്ങളിലായി 800-ലേറെ വരുന്ന മൃഗങ്ങളെ താമസിപ്പിക്കാൻ പോലും പറ്റാവുന്ന വിധത്തിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു സുവോളജിക്കൽ പാർക്കാണ് ഇന്ന് നാം നാടിന് സമർപ്പിക്കുന്നത്. സുവോളജിക്കൽ പാർക്കിന്റെ പണി എന്ന് തീരും എന്ന് ചോദിച്ചവരുണ്ട്. സുവോളജിക്കൽ പാർക്കിന്റെ പണി ലോകമുള്ളിടത്തോളം കാലം തീരില്ല. കാരണം ഓരോ ദിവസവും നവീനമായ അനുഭവങ്ങളുടെ പുതിയ ശ്രേണിയിലേക്കായിരിക്കും സുവോളജിക്കൽ പാർക്കിന്റെ യാത്ര. ആദ്യം ഇതിന്റെ ലക്ഷ്യം തൃശ്ശൂരിലെ മൃഗശാലയിലെ മുഴുവൻ മൃഗങ്ങളെയും കൊണ്ടുവരിക എന്നതായിരുന്നു. ആ ലക്ഷ്യം നാം ഇപ്പോൾ പൂർത്തീകരിച്ചു. തിരുവനന്തപുരത്തെ 3 കാട്ടുപോത്തുകളെ അതിനു പുറകെ നാം എത്തിച്ചു. കർണാടകയിൽ 38 ഇനങ്ങളിലായി 248 മൃഗങ്ങളെയും പക്ഷികളെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ അവിടുത്തെ വനം വകുപ്പ് മന്ത്രിയുമായി ധാരണ നാം ഉണ്ടാക്കി കഴിഞ്ഞു. തമിഴ്നാട്ടിൽ നിന്ന് 9 ഇനങ്ങളിലായി വെള്ളക്കടുവയും ഒട്ടകപ്പക്ഷിയും ഉൾപ്പെടെയുള്ള ജീവികൾ, മൃഗങ്ങൾ, പക്ഷികൾ ഇങ്ങോട്ടുള്ള യാത്ര ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വിദേശത്തു നിന്ന് മൃഗങ്ങളെ കൊണ്ടുവരാൻ ഒരു ആലോചന ഞങ്ങൾ നടത്തി. കിഫ്ബിയിലൂടെ അതിന് പണം മാറ്റിവെക്കാൻ സാധ്യമല്ല. ഇവിടെ വിദേശത്തു നിന്നാണ് ജിറാഫ് വരേണ്ടത്, സീബ്ര വരേണ്ടത്, എലാൻഡ് വരേണ്ടത്, അനാക്കോണ്ടയുടെ വിവിധ ഇനങ്ങൾ വരേണ്ടത്. ഞങ്ങൾ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയെ ആ കാര്യത്തിൽ ഇപ്പോൾ സമീപിച്ച് അതിനാവശ്യമായ സംഖ്യ വേണം എന്നാവശ്യപ്പെട്ടു. വളരെ സന്തോഷത്തോടെ പുത്തൂർക്കാരോട് പറയട്ടെ, ഈ അവസാനത്തെ ഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രതിസന്ധി മുന്നോട്ട് വെച്ചപ്പോ സാമ്പത്തികമായ പല വിധത്തിലുള്ള പ്രയാസങ്ങൾക്കിടയിലും ഒരു തവണ പോലും ആലോചിക്കാതെ ഞങ്ങൾ മന്ത്രിമാരോട് അതിനാവശ്യമായ പൂർണ്ണമായ സംഖ്യ പ്ലാൻ ഫണ്ടിൽ നിന്ന് നൽകാൻ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി തീരുമാനിച്ചു. മൃഗങ്ങളും പക്ഷികളും മാത്രമല്ല, ഇന്ത്യയിൽ ആദ്യമായി വെർച്വൽ സൂ അത് ആരംഭിക്കുന്നത് ഇവിടെയാണ്. ഹോളോഗ്രാമിൽ AI പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷേ സൂരംഗത്ത് ഇതാദ്യമാണ്. ഇവിടെ സഫാരി പാർക്കിന്റെ തുടക്കത്തിൽ ഒരു ഹോളോഗ്രാം സൂവിന്റെ നിർമ്മാണം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. 4 തവണ യാത്ര ചെയ്യാവുന്ന ഒരു ടണൽ. ആദ്യ യാത്രയിൽ ആഫ്രിക്കൻ സൂ സഫാരിയുടെ അനുഭവങ്ങൾ, തിരിച്ചുള്ള യാത്രയിൽ
ഏഷ്യൻ സൂ സഫാരിയുടെ അനുഭവങ്ങൾ, 3ാമത്തെ യാത്രയിൽ ജുറാസിക് പാർക്കിന്റെ അനുഭവങ്ങൾ, 4ാമത്തെ യാത്രയിൽ ഓവർഹെഡ് അനിമൽസ്. അവസാനം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളോടൊപ്പം യാത്ര ചെയ്ത മൃഗങ്ങൾ എല്ലാവരും ചേർന്ന് നിന്ന് AI സംവിധാനത്തിലൂടെ ഒരു സെൽഫി കൂടി എടുത്ത് നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തരുന്ന ആധുനിക ടെക്നോളജി ഇന്ത്യയിൽ ആദ്യം പരീക്ഷിക്കുന്ന സ്ഥലം, അഭിമാനത്തോടെ പറയട്ടെ, പുത്തൂരിലെ ഈ സുവോളജിക്കൽ പാർക്കിലാണ്. ഇവിടെ കേവലം തൃശ്ശൂരിലെ മൃഗങ്ങൾ മാത്രമല്ല, ഇത് പെറ്റിംഗ് സൂ ആരംഭിക്കുന്നു. 2 ഏക്കർ ഭൂമിയിൽ പെറ്റിംഗ് സൂ, അരുമ മൃഗങ്ങളുടെ സൂ. മാനുകളോടൊപ്പം മനുഷ്യർക്ക് നടക്കാൻ കഴിയുന്ന, ഇപ്പോൾ തന്നെ 160 മാനുകളെ അക്കാര്യത്തിൽ ഉപയോഗിക്കുന്ന ഡിയർ സഫാരി പാർക്ക് സുവോളജിക്കൽ പാർക്കിൽ ആരംഭിക്കാൻ പോകുന്നു. ഇതെല്ലാം ചേർത്ത് ഒരു ദിവസവും പണി തീരാതെ ഈ 336 ഏക്കറിലും നവനവങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ചേർത്ത് അഭിമാനപൂർവം ലോകത്തിന്റെ മുമ്പിൽ തൃശ്ശൂരിലെ ഈ സുവോളജിക്കൽ പാർക്ക് പുത്തൂരിൽ സ്ഥാപിച്ച് അഭിമാനപൂർവ്വം ലോകത്തിന്റെ മുമ്പിൽ നാം തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന കാഴ്ചയ്ക്ക് ഈ നാട് സാക്ഷ്യം വഹിക്കുന്നു. ഈ ഗവൺമെന്റിന്റെ കീഴിൽ എന്നുള്ളത് സന്തോഷപൂർവ്വം രേഖപ്പെടുത്തേണ്ട ഒന്നാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ ഇവിടെ എത്തിച്ചേരേണ്ടതാണ് നവകേരള സദസ്സിൽ. എന്നാൽ സാങ്കേതികമായ ചില വ്യവഹാരങ്ങൾ നടത്തി ചില കാരണങ്ങളാൽ മുഖ്യമന്ത്രിയുടെ യാത്ര ഇവിടെ എത്തിച്ചേരാത്ത വിധം ചില അനുഭവങ്ങൾ ഉണ്ടായി. നവകേരള സദസ്സ് നടത്തിയിട്ട് എന്തു കാര്യം എന്ന് ചിലർ ചോദിക്കുകയും ചെയ്തു. സന്തോഷപൂർവ്വം മുഖ്യമന്ത്രിയെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയട്ടെ, ആ നവകേരള സദസ്സിന്റെ ഭാഗമായി ഈ റോഡിന്റെ മുമ്പിലൂടെ തോണിപ്പാറയിലേക്ക് പോകുന്ന പഞ്ചായത്തിന്റെ റോഡായ, ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ 7 കോടി രൂപ നിർമ്മിച്ചുകൊണ്ട് പുതിയ BMBC റോഡ് നവകേരള സദസ്സിന്റെ സമ്മാനമായി ഈ നാടിന് ലഭ്യമായിരിക്കുകയാണ്. അഭിമാനപൂർവ്വം ഞാൻ മുഖ്യമന്ത്രിയെ സാക്ഷി നിർത്തി പറയട്ടെ എന്ന് പറഞ്ഞ കാര്യം, ധനകാര്യ വകുപ്പ് മന്ത്രിയെയും സാക്ഷി നിർത്തി പറയട്ടെ എന്ന് പറഞ്ഞ കാര്യം വരി മാത്രമല്ല, അതിന്റെ ടെക്നിക്കൽ ബിഡ് കഴിഞ്ഞ് ഫിനാൻഷ്യൽ ബിഡ് കഴിഞ്ഞ് ഇന്ന് കോൺട്രാക്ടറുടെ LOU അടിയന്തരമായി കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പേ നിർമ്മാണം ആരംഭിക്കാൻ പറ്റുന്ന വിധത്തിൽ നവകേരള സദസ്സിന്റെ 7 കോടി രൂപ നമുക്ക് ലഭ്യമായിരിക്കുന്നു. ധനകാര്യ വകുപ്പ് മന്ത്രിയുള്ള നേരത്ത് പറയാൻ പാടുമോ എന്നറിയില്ല, എങ്കിലും ഞാൻ പറയട്ടെ, ഈ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള എല്ലാ റോഡുകളും ഏത് വഴിയിലൂടെ, പഞ്ചായത്തിന്റെ റോഡാകട്ടെ, ജില്ലാ പഞ്ചായത്തിന്റെ റോഡാകട്ടെ, PWDയുടെ റോഡാകട്ടെ, എല്ലാ റോഡുകളും BMBC ആയി മാറിക്കഴിയുന്ന വിധത്തിൽ അതിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ സംഖ്യ ഈ ഗവൺമെന്റ് കരിഞ്ഞു നൽകിയതിന്റെ പേരിലുള്ള നന്ദി കൂടി ഈ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവരോടും രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. പുത്തൂരും തൃശ്ശൂരും എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത അനുഭവമാണ്. സെൻട്രൽ സൂ അതോറിറ്റി ആദ്യമായി മൃഗങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള അനുഭവത്തിന് വേണ്ടി ഇവിടെ വന്നു നോക്കിയിട്ട് ഞങ്ങളോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം, ഇത്ര വലിയൊരു പാർക്കിന് നിങ്ങൾ പ്ലാൻ ഫണ്ടിൽ നിന്ന് എങ്ങനെ പണം ചെലവഴിക്കുന്നു? ഞങ്ങൾ അന്ന് പറഞ്ഞു, എത്ര വിമർശനങ്ങൾ ഉന്നയിച്ചാലും കേരളത്തിന്റെ മണ്ണിൽ ഈ സൂ യാഥാർത്ഥ്യമായത് കിഫ്ബി എന്ന ഫണ്ടിന്റെ ലഭ്യമായ സംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് അഭിമാനപൂർവ്വം പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ ജനപങ്കാളിത്തം അക്ഷരാർത്ഥത്തിൽ ആയിരക്കണക്കിന് ആളുകൾ, ഞങ്ങളുടെ എല്ലാ കണക്കും തെറ്റിപ്പോയി. കണക്ക് കൂട്ടുന്നതിൽ മോശക്കാരല്ല ഞങ്ങൾ, പക്ഷേ ഞങ്ങളുടെ എല്ലാ കണക്കുകളും തെറ്റിപ്പോയി. എല്ലാ കണക്കുകളും ഞങ്ങളെ തെറ്റിച്ചത് ഈ പഞ്ചായത്തിനകത്ത് മാത്രമല്ല, ഈ നിയോജക മണ്ഡലത്തിനകത്ത് മാത്രമല്ല, ഞങ്ങൾ പഞ്ചായത്തിന്റെയും ബ്ലോക്കിന്റെയും ജില്ലയുടെയും എല്ലാ സാരഥികളും പൊതുജനങ്ങളും രാഷ്ട്രീയത്തിനതീതമായി പരസ്പരം ഉയർത്തിപ്പിടിച്ച സ്നേഹത്തിന്റെയും ആത്മബന്ധത്തിന്റെയും സംഘടനാ പ്രവർത്തനത്തിന്റെയും സമാനതകളില്ലാത്ത അനുഭവങ്ങൾ കൊണ്ടാണ് നാടൊഴുകി വരികയാണ് ഇങ്ങോട്ട്. ഇത് കാണാൻ, ലോകപ്രശസ്തമായ ഒന്നിനെ സ്വീകരിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ആദരണീയനായ കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രി, ഒരുപക്ഷെ ആദ്യമായി കേരളത്തിൽ ഫോറസ്റ്റ് വകുപ്പ് ഒരു സൂ ആരംഭിക്കുന്നതിന്റെ നേതൃത്വം വഹിക്കുന്ന ആദരണീയനായ കേരളത്തിന്റെ വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രനാണ്. ഹൃദയത്തിൽ തട്ടി സ്നേഹപൂർവ്വം ഇവിടെ നൽകിയ എല്ലാ സേവനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുമ്പോൾ സംഘാടക സമിതിയുടെ സ്നേഹം മാത്രമല്ല, സുവോളജിക്കൽ പാർക്കിന്റെ ഭാഗമായിട്ടുള്ള ഫോറസ്റ്റ് വകുപ്പിന്റെ ഉപഹാരങ്ങൾ കൂടി
ബന്ധപ്പെട്ടവർക്ക് നൽകാൻ ആളുകളോട് അഭ്യർത്ഥിക്കുന്നു. ഇനി അധിക സമയം നമുക്ക് അക്കാര്യത്തിൽ ഉപയോഗിക്കാനാകില്ല എന്നുള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഒരേ ഒരു പേര് മാത്രമേ നാം കരുതിയിരുന്നുള്ളൂ. നേരത്തെ 2 തവണകളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇങ്ങോട്ട് വരേണ്ടതായിരുന്നു. പല സാങ്കേതിക പ്രശ്നങ്ങളാൽ സാധിച്ചില്ല. ഇന്ന് നാം ആരംഭിച്ച ഒരു പ്രയത്നം 2 മഹാപ്രളയങ്ങൾക്കും ഒരു കോവിഡിനും തകർക്കാൻ കഴിയാത്ത വിധത്തിൽ നാം മനസ്സിന്റെ ഐക്യം കൊണ്ട് രൂപീകരിച്ചെടുത്ത ഈ സുവോളജിക്കൽ പാർക്ക് എന്ന നമ്മുടെ മഹത്തായ ആശയം നാളെ ഈ നാട് മുഴുവൻ, ലോകം മുഴുവൻ എത്തിച്ചേരാൻ പോകുന്ന ഈ സുവോളജിക്കൽ പാർക്ക് എന്ന ആശയത്തിനാവശ്യമായ സംഖ്യ നൽകി നമ്മളെ സഹായിച്ച കേരളത്തിലെ എല്ലാ ഘട്ടങ്ങളിലും ഈ ഗവൺമെന്റിന് ആവേശപൂർവ്വം നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. ആദരപൂർവ്വം അദ്ദേഹം മുഴുവൻ പേരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സുവോളജിക്കൽ പാർക്കിന് ആദ്യം മുതൽ 9 വർഷക്കാലം നേതൃത്വപരമായ പങ്കുവഹിച്ച നമ്മുടെ സ്പെഷ്യൽ ഓഫീസർ ശ്രീ കെ ജെ വർഗീസ് IFS അദ്ദേഹത്തിന് ഈ പാർക്കിന്റെ സംഘാടക സമിതിയുടെ ഉപഹാരം നൽകി സ്വീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ കിഫ്ബിയുടെയും പ്ലാൻ ഫണ്ടിന്റെയും എല്ലാം ഘട്ടങ്ങളിൽ ഓരോ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ആദ്യം മുട്ടുന്ന വാതിൽ അതായിരിക്കും. നേരെ എതിർവശത്താണ് അദ്ദേഹത്തിന്റെ വാതിൽ എന്നുള്ളത് കൊണ്ട് മുട്ടാൻ എളുപ്പവുമാണ്. ഒരു ഘട്ടത്തിലും അവസാനം ഇപ്പോ PPP-യിലൂടെ ഞങ്ങൾ ആരംഭിക്കേണ്ടി വരും എന്ന് കരുതിയിരുന്ന നമ്മുടെ ഹോളോഗ്രാം സൂവിനും പെറ്റിംഗ് സൂവിനും അടക്കം കഴിഞ്ഞ ദിവസം പണം അനുവദിച്ച് നമ്മളോട് ഒപ്പം ചേർന്ന് നിൽക്കുന്ന പ്രിയങ്കരനായ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാലിനെ ആദരപൂർവ്വം ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉൾപ്പെടെ എത്തിച്ചേർന്ന ജനങ്ങളെ എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ നാട് കണ്ട ഏറ്റവും വലിയ ജനകീയ പരിപാടിയായി അക്ഷരാർത്ഥത്തിൽ സംഘാടകരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ആയിരക്കണക്കായ മനുഷ്യരുടെ സാന്നിധ്യം, ജാതി മത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗ വ്യത്യാസമില്ലാത്ത മനുഷ്യരുടെ സാന്നിധ്യത്തിന് സംഘാടക സമിതിക്കും സംസ്ഥാന സർക്കാരിനും വേണ്ടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകർ, VIP-കൾ, ഇവിടെ എത്തിച്ചേർന്ന ജനപ്രതിനിധികൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ. ഈ തൃശൂർ സുവോളജിക്കൽ പാർക്ക് വരുന്ന ദിവസങ്ങളിൽ അതിവേഗം കുതിച്ച് കേരളത്തെ ലോകത്തിന്റെ നെറുകയിൽ അവതരിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി ഞങ്ങൾ മാറ്റും. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നന്ദി സർ. ഇന്നിവിടെ പൂവണിയുകയാണ്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം മറ്റ് ഒരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള സവിശേഷതകളുള്ള ഒരു പാർക്ക്, സുവോളജിക്കൽ പാർക്ക് ഇന്നിവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുകയാണ്. ഈ ആഹ്ലാദ നിമിഷം ആഘോഷമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ജനസഹസ്രങ്ങളെ ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. 2016 ഇപ്പോഴത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നു. അന്ന് ഞങ്ങളൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. ജനങ്ങളുടെ മുമ്പാകെ അവർക്ക് നൽകിയ വാഗ്ദാനം എന്ന പ്രതിജ്ഞ. അത് എല്ലാറ്റിനുമുപരിയായി ഈ നാടിൻ്റെ വികസനം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങളിലാണ് ഞങ്ങൾ ഏർപ്പെടുന്നത്. അനുബന്ധമായി ചേർത്തു വികസനം ഒരിടത്ത് മാത്രം കേന്ദ്രീകരിക്കാനാവില്ല. വികസനത്തിൻ്റെ സത്ഫലങ്ങൾ, അതിൻ്റെ ശീതളക്കാറ്റ് രാജ്യത്തിൻ്റെ നാടിൻ്റെ എല്ലാ മേഖലകളിലും വീശുമ്പോൾ മാത്രമാണ് വികസനം ഒരു യാഥാർത്ഥ്യമാവുക എന്നതായിരുന്നു ഞങ്ങളുടെ നിലപാട്. ആ നിലപാടിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ ആരംഭിച്ചപ്പോൾ ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയാണ് പുതിയ ധനാഗമന മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിച്ചത്. അതിൽ കേരളം കാണിച്ചു കൊടുത്തൊരു മാതൃകയാണ് കിഫ്ബി.
ഇപ്പം ഇവിടുന്ന് ഞാൻ ഇരുന്ന് ആലോചിച്ചത് അതില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ പാർക്കിന്റെ ഗതി എന്നാണ്. എന്ന് മാത്രമല്ല അതിന് നേതൃത്വം നൽകിയ അന്നത്തെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് എന്നിവിടെ എത്തുമെന്ന് ഞങ്ങൾ കരുതിയതാണ്, എത്തുമായിരിക്കാം. മുഖ്യമന്ത്രി ദിവസേന എന്നോണം ഇതിൻ്റെ പുരോഗതി വിശകലനം ചെയ്യുകയും പരിശോധിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. നിങ്ങളുടെ MLA ഒരു വളണ്ടിയറെ പോലെ ആഴ്ചക്ക് ഒരു ദിവസം ഇവിടെ എത്തി ഓരോ മേഖലയിലുമുള്ള പ്രവർത്തനങ്ങൾ പരിശോധിച്ച് ശക്തമായ നിർദ്ദേശം നൽകിയത് ഈ പദ്ധതി പൂർത്തീകരണത്തിനൊരു കാരണമായിട്ടുണ്ട്. ഇപ്പോഴത്തെ ധനമന്ത്രി ഞങ്ങളോട്, വനം വകുപ്പിനോട് വലിയ സ്നേഹത്തോടുകൂടി അനുഭാവപൂർവ്വമാണ് പെരുമാറിയത്. വന്യജീവികളുടെ ആക്രമണത്തിന് വിധേയമായി മരണപ്പെട്ടവർക്ക്, വാച്ചർമാർക്ക്, നാശനഷ്ടം സംഭവിച്ചവർക്ക് പണം കൊടുക്കാനില്ലാതെ വലയുമ്പോൾ പോയ വർഷങ്ങളിൽ 1 കോടിക്ക് താഴെ പണം ബജറ്റിൽ വകയിരുത്തി വനംവകുപ്പിൽ നൽകിയിരുന്ന ആ സ്ഥാനത്ത് 72 കോടി രൂപയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമായി അനുവദിച്ചത്. ഇവിടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ രാജൻ ഈ പാർക്കിനോട് അദ്ദേഹം കാണിച്ചിട്ടുള്ള സ്നേഹപൂർവമായ പിന്തുണ, ഇത് രണ്ടും ഞങ്ങൾക്ക് വനം വകുപ്പിന് ഒരിക്കലും മറക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഞാനിതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. വന്യജീവികളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തുടർച്ചയായി പ്രവർത്തിക്കാനുള്ള പ്രത്യേക വാസസ്ഥലങ്ങളാണ് ഈ പാർക്കിൻ്റെ പ്രധാന ആകർഷണീയത. മറ്റെല്ലാ സൂവിലും നമുക്ക് കാണാൻ കഴിയുന്നത് കൂട്ടിലകപ്പെട്ട ക്ഷീണിച്ച വന്യമൃഗങ്ങളെയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുക അവർ നേരത്തെ വനാന്തരങ്ങളിൽ ഏത് ആവാസ വ്യവസ്ഥയിലാണോ ജീവിച്ചു പോന്നിട്ടുള്ളത് ആ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാനും സ്വര്യവിഹാരം നടത്താനും ആവശ്യമായ കാടിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ്. ഇവിടെ വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് ഈ പരിപാടികൾ നടത്തുന്നത്. ഓരോ പ്രദേശവും ഓരോ സോണായി തിരിച്ച് ആ സോണിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ചുള്ള വന്യജീവികളെ കൊണ്ടുവന്ന് ലോകത്ത് എവിടെയും ഇല്ലാത്ത വിധം പുതിയ മാതൃകകൾ സ്ഥാപിച്ചു. ഞാൻ ആവർത്തിക്കുകയാണ്, ഇതേവരെ നാം കണ്ടിട്ടില്ലാത്ത ഹോളോഗ്രാം ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ സാങ്കേതിക വിദ്യ കുട്ടികൾക്ക് ഓമനകളെ, പക്ഷി മൃഗാദികളെ കണ്ട് താലോലിച്ച് ആഹ്ലാദിച്ച് രസിക്കാനുള്ള പാർക്ക്, ഇതെല്ലാം മറ്റൊരിടത്തും ഇല്ലാത്ത വിധ സവിശേഷതകളാണ്. പ്രകൃതിയെ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയുമായി സഹവർത്തിത്വം നടത്തുന്ന ഒരു സംവിധാനമായി ഈ പാർക്ക് ലോകത്തിന് തന്നെ, പരിസ്ഥിതി പ്രേമികൾക്ക് തന്നെ അഭിമാനമായി മാറിയിട്ടുണ്ട്. ഞങ്ങൾക്കിനിയും കുറേയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാവരുടെയും അനുമതിയോടെ നാടിന് സമർപ്പിച്ചതായി ആദ്യമായി അറിയിക്കുന്നു. ഇവിടെ ഈ സുവോളജിക്കൽ പാർക്കിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയേണ്ടതില്ല. സ്വാഗത പ്രസംഗത്തിൽ തന്നെ ഇതിൽ ഉള്ള ഓരോ പ്രത്യേകതകളെക്കുറിച്ചും വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് അധ്യക്ഷനും കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇവിടെ ഒരു കാര്യം ശരിയാണ്, ദീർഘകാലത്തെ ഒരു സ്വപ്നമാണിത്. തൃശ്ശൂർ നിവാസികളുടെ ഒരു സ്വപ്നം. ഇത് സാക്ഷാത്കരിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ 2021 2016-21 കാലത്ത് അധികാരത്തിൽ നിന്ന ഗവൺമെന്റിന് തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ തയ്യാറാവുന്നത്.
എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മുടെ നാടിന് പല ദുരനുഭവങ്ങളുണ്ട്. ഒരു ഘട്ടത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയ പ്രവർത്തനം പിന്നൊരു ഘട്ടത്തിൽ മന്ദീഭവിച്ചു പോകുന്നത് പലയിടങ്ങളിലായി നാം കണ്ടിട്ടുണ്ട്. ആ ഒരു വിഷമസ്ഥിതി ഇതിലുണ്ടായില്ല എന്നതാണ് നാം പ്രത്യേകമായി കാണേണ്ടത്. ഇപ്പോൾ ഇവിടെ പറയുകയുണ്ടായി, കുറച്ച് ദിവസങ്ങളായി തന്നെ നിങ്ങൾ ഇതിൻ്റേതായ ആഘോഷ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ സമാപനമെന്ന നിലക്കാണ് വൻപിച്ച ജനപങ്കാളിത്തം ഈ പരിപാടിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഒരുക്കിയ സ്ഥലം ആളുകൾക്ക് മതിയാകാത്തതുകൊണ്ട് ഇപ്പോഴും ഇതിന് പുറത്ത് കാത്തു നിൽക്കേണ്ടി വന്നവരുണ്ടായിരുന്നു. മാത്രമല്ല, ഇപ്പുറം കാണുന്ന ആ ഇടങ്ങളിലൊക്കെ ആളുകൾ വരാൻ ഇവർ പ്രതീക്ഷിച്ചില്ല, സംഘാടകർ പ്രതീക്ഷിച്ചില്ല. പക്ഷേ സംഘാടകർ പ്രതീക്ഷിക്കാതെ തന്നെ അവരെല്ലാം ജനങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നതായിട്ട് കാണുന്നുണ്ട്. 4 പതിറ്റാണ്ടോളമായി ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അതിനാണ് ഇന്ന് വിരാമമായത്. ഇവിടെ തൃശ്ശൂരിലെ മൃഗശാല മാറ്റണം, മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്നീ ആവശ്യത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കമാണ്. ആ മൃഗശാലയിൽ മൃഗങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരിതങ്ങളെപ്പറ്റി സ്വാഗത പ്രസംഗത്തിൽ പരാമർശിക്കുകയുണ്ടായി. വൈലോപ്പിള്ളിയുടെ കവിതയെക്കുറിച്ച് പരാമർശിച്ചു. കൃഷ്ണമൃഗങ്ങൾ എന്നീ ആ കവിത ഇവിടുത്തെ തൃശ്ശൂരിലെ മൃഗശാലയിലെ മൃഗങ്ങൾ അനുഭവിക്കുന്ന വിഷമം കണക്കിലെടുത്ത് വൈലോപ്പള്ളി ജയിച്ചതായിരുന്നു. ഏതായാലും വൈലോപ്പള്ളിയെ പോലുള്ള പലരുടെ ആഗ്രഹം ഇപ്പോൾ സഫലീകരിക്കപ്പെട്ടിരിക്കുകയാണ്. കിഫ്ബി മുഖേന മുടങ്ങിക്കിടന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമായതിനെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുകയില്ല. 341 കോടി രൂപ അതിനുവേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. എന്നാൽ കിഫ്ബി ഈ 341 നിൽക്കുന്നത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. കിഫ്ബി കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് വലിയ തോതിൽ സഹായം നൽകാൻ തയ്യാറായ ഒരു സംവിധാനമാണ്. ഇത്തരമൊരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വന്നതുകൊണ്ടാണ് നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നം. നമ്മുടെ നാടിൻ്റെ ആവശ്യങ്ങൾ വലുത്, നമ്മുടെ വിഭവശേഷി ചെറുത്. അപ്പോൾ ഈ വിഭവശേഷി വെച്ചുകൊണ്ട് ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥ. ഒരു സർക്കാരിന് ഖജനാവിലെ പണം ഉപയോഗിച്ച് ബജറ്റിലൂടെയാണ് പദ്ധതികൾ നിർവഹിക്കാൻ സാധിക്കുക. അത് വിഭവശേഷിക്ക് അനുസൃതമായി മാത്രമേ സാധിക്കൂ. ഇവിടെ
വിഭവശേഷിക്കനുസരിച്ച് പദ്ധതികൾ പൂർത്തിയാക്കാൻ പുറപ്പെട്ടാൽ നമ്മുടെ കേരളം കാലാനുസൃതമായ പുരോഗതി നേടാതെ വരും. അതിൻ്റെ ഭാഗമായി നമ്മുടെ അഭിമാന സ്തംഭങ്ങളായിരുന്ന മേഖലകൾ തന്നെ തകർന്നു പോകുന്ന അവസ്ഥ വന്നു. വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം എല്ലാം വലിയ തകർച്ച നേരിട്ട മേഖലകളാണ്. 2016 ഞങ്ങൾ അധികാരത്തിലേറിയപ്പോൾ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം ഇതുതന്നെയായിരുന്നു. തകർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച തരത്തിലുള്ള തകർച്ചക്കിടയായ പൊതുവിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, ഇവയെല്ലാം എങ്ങനെ മെച്ചപ്പെടുത്താനാവും? ആലോചനയെ കടന്നപ്പോൾ പണമില്ല. പണം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നിർവഹിക്കാനാവൂ. അപ്പോൾ ബജറ്റിലൂടെ ഖജനാവിൻ്റെ ശേഷിയെ മാത്രം ആശ്രയിച്ച് നടപ്പാക്കുന്ന പദ്ധതികൾക്ക് പുറമെ മറ്റൊരു ധനസ്രോതസ് കണ്ടെത്തേണ്ടതുണ്ട് എന്ന് ആലോചിച്ചു. അങ്ങനെയാണ് കിഫ്ബിയെ പുനർജീവിപ്പിക്കുന്നത്. അന്ന് 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനം 2021 വരെയുള്ള ആ ഗവൺമെൻറ് കാലയളവിൽ നടപ്പാക്കാം എന്ന പ്രതീക്ഷയാണ് പങ്കുവച്ചിരുന്നത്. ജനങ്ങളുടെ മുന്നിൽ അത് തുറന്നു പറയുകയുണ്ട്. എല്ലാവർക്കും അറിയാം, 2021 ആയപ്പോൾ 50 62,000 കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാനത്ത് കിഫ്ബി വഴി വിവിധ പദ്ധതികളിലൂടെ ഏറ്റെടുക്കാൻ തയ്യാറായി. ഇത് നാടിൻ്റെ വലിയ തോതിലുള്ള മുന്നേറ്റത്തിന് സഹായിച്ചു. വിദ്യാഭ്യാസ രംഗം ഏറ്റവും വലിയ മാതൃക തന്നെയാണ്. 1000-ഓളം സ്കൂളുകളാണ് അന്ന് അടച്ചുപൂട്ടാൻ അന്നത്തെ സർക്കാർ കണ്ടിരുന്നത്. എന്നാൽ ഈ 2016 സർക്കാർ ഇത്തരം നടപടികൾ സ്വീകരിച്ചപ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന മിഷൻ പ്രവർത്തനത്തിലൂടെ സ്കൂളുകളാകെ നവീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. വലിയ തോതിൽ മാറ്റം വന്നു. 5000 കോടി രൂപ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സ്കൂളുകളുടെ ശാക്തീകരണത്തിനായി സർക്കാർ മുഖേന ചെലവഴിക്കുന്ന നിലവുണ്ട്. നമ്മുടെ ക്ലാസ് റൂമുകളെല്ലാം സ്മാർട്ട് ക്ലാസ് റൂമുകളായി. നമ്മുടെ സ്കൂളുകൾ ഹൈടെക് സ്കൂളുകളായി. നമ്മുടെ വിദ്യാലയങ്ങളിൽ AI-യും റോബോട്ടിക് രീതികളും എല്ലാം പഠിപ്പിക്കുന്ന നിലവുണ്ട്. അത്യാധുനിക സമ്പ്രദായങ്ങളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ ചെറുപ്പകാലത്ത് തന്നെ, കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ എത്തിക്കുന്ന നിലയുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തകർന്നു പോകും എന്നാശങ്കപ്പെട്ടിരുന്ന ആ രംഗം രാജ്യത്തിന് മാതൃകയായി വൻതോതിൽ അംഗീകാരം പിടിച്ചുപറ്റുന്ന അവസ്ഥയിലേക്ക് ഉയർന്നു. അതിനിടയാക്കിയതിൽ നല്ലൊരു പങ്ക് സർക്കാർ ബജറ്റിലൂടെ നൽകിയതിനു പുറമെ കിഫ്ബിയിലൂടെ നൽകിയ ധനസഹായവുമായിരുന്നു.
ആരോഗ്യരംഗവും അതേപോലെ തന്നെയാണ്. ആരോഗ്യരംഗത്തെ തകർച്ച എല്ലാവരെയും വല്ലാതെ വിഷമിപ്പിച്ചതായിരുന്നു. ആ കാര്യത്തിലും ഫലപ്രദമായ ഇടപെടലുണ്ടായി. ആർദ്രം മിഷൻ നടപ്പാക്കി കേരളത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെല്ലാം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി. അതിനോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തെ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കുന്ന അവസ്ഥയിലേക്ക് മാറി. മെഡിക്കൽ കോളേജുകൾക്ക് പ്രത്യേക മാസ്റ്റർ പ്ലാനും അംഗീകരിക്കുന്ന നിലമുണ്ട്. അങ്ങനെ ആരോഗ്യരംഗം വലിയ തോതിൽ മെച്ചപ്പെട്ടു. നാം ഒരുക്കിയ ആരോഗ്യരംഗത്തെ സൗകര്യങ്ങൾ കോവിഡ് മഹാമാരിയുടെ മൂർധന്യ ദശയിൽ കോവിഡിന് നമ്മളൊരുക്കിയ ആരോഗ്യ സൗകര്യങ്ങളെ മറികടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചു. ലോകം അത്ഭുതത്തോടെയാണ് നമ്മുടെ നാടിനെ വീക്ഷിച്ചത്. കാരണം സമ്പൽ സമൃദ്ധിയുടെ കേളീരംഗമെന്ന് കേട്ടിട്ടുള്ള രാജ്യങ്ങളടക്കം കോവിഡിന് മുന്നിൽ മുട്ടുകുത്തി വീണു. അപ്പോഴാണ് നമ്മൾ വലിയ കോവിഡിൻ്റെ മൂർധന്യ ദശയിലും നമ്മുടെ ആശുപത്രികളിൽ ബെഡുകൾ ഒഴിവുണ്ട്, ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ട്, ICU ബെഡുകൾ ഒഴിവുണ്ട്, വെന്റിലേറ്ററുകൾ ഒഴിവുണ്ട്. ഇത് രാജ്യത്തെയും ലോകത്തെയും വിസ്മയിപ്പിച്ച കാര്യമാണ്. എവിടെ എത്തിയപ്പോൾ നമ്മൾ നമ്മുടെ ജൈത്രയാത്ര തുടരുന്നു. 2021 നേരത്തെ ഞാൻ പറഞ്ഞ തരത്തിൽ 2016-21 കാലത്തെ ഗവൺമെന്റിന് തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചപ്പോൾ ആരോഗ്യരംഗത്ത് വന്ന നേട്ടം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറഞ്ഞ നവജാത ശിശുമരണ നിരക്കുള്ള നാടാണ് കേരളം. അത് രാജ്യത്ത് നേരത്തെ നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എത്തി ലോകം ശ്രദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. അമേരിക്കയിൽ 5.6 നവജാത ശിശുമരണ നിരക്ക്. എന്നാൽ കേരളം 5. അതായത് അമേരിക്കയുടെ നവജാത ശിശുമരണ നിരക്കിനേക്കാളും കുറവ് നവജാത ശിശുമരണ നിരക്ക് നേടാൻ കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ഈ തരത്തിലുള്ള ഇടപെടലുകളുടെ ഭാഗമാണ്. നമ്മുടെ ഖജനാവിൻ്റെ പണം ചെലവഴിക്കുന്നതോടൊപ്പം അതിന് സമാന്തരമായി കിഫ്ബിയിലൂടെയും പണം ചെലവഴിക്കാനായപ്പോഴാണ് ആർദ്രം പദ്ധതിയിൽ വലിയ തോതിലുള്ള പദ്ധതികൾ ഏറ്റെടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഞാൻ മറ്റു കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല. ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ കാണാൻ നമുക്ക് കഴിയും. നമ്മുടെ ദേശീയപാത ആ ഭൂമി ഏറ്റെടുക്കലിന് നാം 25% കൊടുക്കാൻ നിർബന്ധിതരായപ്പോൾ ആ 5600 കോടി രൂപ കിഫ്ബിയിൽ നിന്നാണ് നമ്മൾ കൊടുത്തത്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും കിഫ്ബി മുഖേന സഹായങ്ങൾ വന്നിട്ടുണ്ട്. ആ കിഫ്ബിയിലൂടെ നല്ല രീതിയിൽ നമ്മുടെ നാടിൻ്റെ പല സ്വപ്നങ്ങളും ഇതുപോലുള്ള പല സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്നാണ് കാണാൻ സാധിക്കുക. കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാൻ സാധിക്കും. സ്കൂളുകളായി, ആശുപത്രികളായി, റോഡുകളായി, പാലങ്ങളായി, ഫ്ലൈ ഓവറുകളായി, വിവിധ പദ്ധതികളായി, അങ്ങനെ പല രൂപത്തിൽ കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ മറ്റൊരു ദൃഷ്ടാന്തമാണ് സുവോളജിക്കൽ പാർക്ക് എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ പറഞ്ഞു 1995 ഇവിടെ 124 ഹെക്ടർ വനഭൂമി കണ്ടെത്തിയത്. പലവിധ കാരണങ്ങളാൽ
പാർക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പിന്നീട് നീണ്ടുപോയി. 2010 അന്നത്തെ LDF സർക്കാർ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. 2013 മാസ്റ്റർ പ്ലാനിന് അംഗീകാരം നൽകി. 2016 അധികാരത്തിൽ വന്ന LDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ തന്നെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് വേണ്ടിയുള്ള വകയിരുത്തലുണ്ടായി. 2018 പദ്ധതിക്ക് പാരിസ്ഥിതികാനുമതി ലഭിക്കുന്നത്. പക്ഷേ ചില കേന്ദ്ര വകുപ്പുകളിൽ നിന്നും മറ്റും അനുമതികൾ കിട്ടാത്ത സാഹചര്യമുണ്ടായി. അതിനെല്ലാം മറികടന്നാണ് 2018 തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നത്. പക്ഷേ പിന്നീടുണ്ടായ പ്രതിദുരന്തങ്ങൾ, കോവിഡ് മഹാമാരിയുടെ വ്യാപനം, ഇതെല്ലാം നിർമ്മാണത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചു. ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്താണ് ഇപ്പോൾ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ലോകപ്രശസ്ത സുവോളജിക്കൽ പാർക്ക് ഡിസൈനറായ ജോൺ ഗോയുടെ മേൽനോട്ടത്തിലാണ് ഈ പാർക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രകൃതിയോടിണങ്ങി ജീവിക്കാനുള്ള സാഹചര്യം ഇവിടുത്തെ മൃഗങ്ങൾക്ക് ഒരുക്കിയ കാര്യം നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ വിശദമാക്കിയിട്ടുണ്ട്. മൃഗാശുപത്രിയും ഭക്ഷണശാലയും അടക്കമുള്ള സൗകര്യങ്ങളുമെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതൊരു ജൈവ വൈവിധ്യ പാർക്കാണ് എന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായി. എല്ലാവർക്കും അറിയുന്നത് പോലെ നേരത്തെ ഈ പ്രദേശം മുളങ്കാടായിരുന്നു. ആ മുളങ്കാട് വെട്ടിമാറ്റിയാണ് പാർക്ക് നിർമ്മിച്ചത്. പക്ഷേ അവിടെയും കരുതൽ കാണാൻ നമുക്ക് കഴിയും. വികസന പദ്ധതികൾക്കായി മരങ്ങൾ മുറിച്ചു നീക്കേണ്ടി വന്നാൽ പകരം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന രീതിയാണ് നാം പിന്തുടരുന്നത്. ഇവിടെയും ആ തരത്തിലുള്ള ഇടപെടലുകളുണ്ട്. 25,000 മുളകൾക്ക് പുറമെ 30,000-ഓളം വൃക്ഷങ്ങളും ഈ സുവോളജിക്കൽ പാർക്കിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് പ്രകൃതിക്കിണങ്ങുണ്ടാവണം, സുസ്ഥിരവുമായിരിക്കണം. ഇതാണ് സംസ്ഥാനത്തിൻ്റെ നിലപാട്. അതാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത്. അതേപോലെ തന്നെ ജലസംരക്ഷണം, ജലപുനരുപയോഗം, ഇതിനെല്ലാം ഉത്തമമായ മാതൃകകൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. സുവോളജിക്കൽ പാർക്കിലെ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ പരിസര പ്രദേശങ്ങളിലെ ജനങ്ങൾക്കും ഉപകാരപ്രദമാകും. കുട്ടികൾക്കായുള്ള പ്രത്യേക സംവിധാനങ്ങളും ഈ സുവോളജിക്കൽ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. മൃഗശാലകൾ മുൻപൊക്കെ വിനോദത്തിന് വേണ്ടി മാത്രമുള്ള ഉപാധികളായിരുന്നു. കാലം മാറി. ആ മാറ്റത്തിനനുസരിച്ച് അവയെക്കുറിച്ചുള്ള ചിന്താഗതികളിലും മാറ്റങ്ങളുണ്ടായി. ഇന്ന് വിനോദത്തിന് പുറമെ പ്രകൃതിയെ അടുത്തറിയുന്നതിനും വിജ്ഞാനം സമ്പാദിക്കുന്നതിനും ഉതകുന്ന ഇടങ്ങളായി അവ മാറുകയാണ്. അതിലൂടെ പകർന്നു കിട്ടുന്ന അറിവ് പ്രകൃതിയോടും പ്രകൃതി സംരക്ഷണത്തോടും നമുക്കുള്ള പ്രതിബദ്ധത വർദ്ധിപ്പിക്കുന്നതായാണ് കാണുന്നത്. ഇവിടെ വലിയ തോതിൽ ഇനി അങ്ങോട്ട് സ്വാഭാവികമായും ആളുകൾ ആകർഷിക്കപ്പെടും. നമ്മുടെ കേരളത്തിൻ്റെ സഞ്ചാര മേഖലയിൽ പ്രധാനപ്പെട്ട ഒരിടമായി തന്നെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മാറാൻ പോവുകയാണ്. ആ പ്രതീക്ഷയോടെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദം. കുടിക്കാതെ
ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് ആശംസകൾ അറിയിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ധനകാര്യ MLA കൂടിയായ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ, ഈ വേദിയിലുള്ള ബഹുമാനരായ വീഡിയോ എടുക്കണം. മരവണ്ടി പോയല്ലേ? അപ്പോൾ ഈ സുഹൃത്തുക്കളെ, നമ്മളിന്ന് കണ്ടത് പുത്തൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ ഉദ്ഘാടനമാണ്. കമ്മിറ്റിക്കാർ പ്രതീക്ഷിച്ചതിലധികം, അതല്ലെങ്കിൽ സംഘാടകർ പ്രതീക്ഷിച്ചതിലധികം ഉള്ള ഒരു വലിയൊരു ജനപങ്കാളിത്തമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതായത് അവർ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ 16,000-ഓളം സ്നാക്സ് ബോക്സാണ് തയ്യാറാക്കിയത്. അപ്പോൾ അത് തുടക്കത്തിൽ തന്നെ അത് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും വിവിധ പ്രദേശങ്ങളിലായിട്ട് സ്ത്രീ സംഘങ്ങൾ, അതുപോലെ അംഗൻവാടി ആശാവർക്കർമാർ, വിവിധ സംഘടനകൾ, ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഈ പുതുവർഷം ഇനി കാണാൻ പോകുന്നത് സുവോളജിക്കൽ പാർക്കിലേക്കുള്ള ഒഴുക്കാണ്. അതായത് ഒരു ടൂറിസ്റ്റ് കോറിഡോറായി മാറാൻ പോവാണ് നമ്മുടെ ഒല്ലൂർ അല്ലെങ്കിൽ തൃശ്ശൂർ എന്ന ജില്ല. അപ്പോൾ ഇതുപോലുള്ള വാർത്തകളും അറിയിപ്പുകളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. ഇൻഫർമേഷൻ ആയിട്ടുള്ള വാർത്തകളും അറിയിപ്പുകളും ഒക്കെ തന്നെ എത്തും. തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിൽ നിന്നും രാഹുൽ വാണിയമ്പാറ.